പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി തുടങ്ങാനുള്ള സർക്കാർ തീരുമാനത്തിൽ ദുരൂഹതയാരോപിച്ച് പ്രതിപക്ഷം. ബ്രൂവറി പ്ലാന്റ് ആരംഭിക്കാൻ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കാണ് സർക്കാർ പ്രാരംഭ അനുമതി നൽകിയത്. ടെൻഡർ ഇല്ലാതെ എങ്ങനെയാണ് ഈ കമ്പനിയെ തെരഞ്ഞെടുത്തതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചോദിച്ചു. മദ്യനിർമ്മാണത്തിന്റെ പേരിലുള്ള അഴിമതി പ്രതിപക്ഷം അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബ്രൂവറി തുടങ്ങാൻ അനുമതി നൽകിയത്. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് 2018-ലും സമാന നീക്കമുണ്ടായിരുന്നു. അഴിമതി ആരോപണം ഉയർന്നതിനെ തുടർന്ന് നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറുകയായിരുന്നു. കഞ്ചിക്കോട് ബ്രൂവറിക്ക് അനുമതി നൽകിയത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചെന്ന് മന്ത്രി എം.പി. രാജേഷ്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനിക്കാണ് ടെൻഡർ നൽകിയത്. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണം മദ്യനയത്തിന്റെ ഭാഗമെന്നും മന്ത്രി വിശദീകരിച്ചു. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കും എന്ന കാര്യം കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ .24 പാര 24 ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ നയത്തിനനുസരിച്ച് നടപടിയിലേക്കാണ് സർക്കാർ കടന്നിട്ടുള്ളത്. മധ്യപ്രദേശ്, ഹരിയാന, അതുപോലെ രാജസ്ഥാൻ ഇവിടെയൊക്കെ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് 10-20 വർഷമായി ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള വളരെ വലിയ അനുഭവ സമ്പത്തുള്ള ഒരു സ്ഥാപനം അപേക്ഷിച്ചു. എല്ലാ പരിശോധനകളും നടത്തി അവർക്ക് എല്ലാ നിയമവും അനുസരിച്ച് ഇത് ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭാനുമതിയാണ് മന്ത്രിസഭ നൽകിയിട്ടുള്ളത്. മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനവുമാണ്.